ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാളിന്റെ പ്രതികരണം നമുക്ക് ഈ അപകടത്തെക്കുറിച്ചുള്ളത് കേൾക്കാം. പല സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ഫയർഫോഴ്സിൻ്റെ പേഴ്സണലും വണ്ടികളൊക്കെ പോയിട്ടുണ്ട് അവിടെ. പക്ഷേ അവിടെ എക്സ്പ്ലോസീവ്സ് ആയതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം പോകണം. അവിടെ സുരക്ഷിതമായിരിക്കണം. അതിൽ 5 സ്റ്റേഷൻ ഇതുവരെ ഓൾറെഡി പോയി കഴിഞ്ഞു. ആൾക്കാരെ ഞാൻ TV ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ജില്ലാ ഫയർ ഓഫീസർ അവിടെ സ്ഥലത്തുണ്ട്. അവരെക്കുറിച്ച് ദൂരിനാണ് ഇപ്പോൾ അടിക്കുന്നത്. നമുക്ക് ഒരു റോബോ ഉണ്ട്. ഞങ്ങൾ എറണാകുളത്തിന് ആ റോബോ അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. റോബോ ഇപ്പോൾ ഓൺ ദ വേ ആണ്. റോബോ അവിടെ എത്തിയാൽ നമുക്ക് അല്പം അടുത്തേക്ക് പോകാൻ സാധിക്കും. അതാണ് ഞങ്ങൾ റോബോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസേഴ്സിന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ലോക്കൽ പോലീസിൻ്റെ ഒരു ഡ്രോൺ കാണും. ആ ഡ്രോൺ കൊണ്ട് ഓരോന്ന് അസസ്മെൻ്റ് ആവും ഏരിയയുടെ എത്രയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഫർദർ പ്ലാനിങ്ങിന് അത് സഹായിക്കും. അതുവേണ്ടിയിട്ട് പോലീസിൻ്റെ ഡ്രോണിനെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിലവിൽ ഇപ്പോൾ നമ്മുടെ ആദ്യഘട്ട പ്ലാനിങ് എന്നുള്ള നിലയിൽ എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങളുള്ളത്? ഈ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. അത് എക്സ്പ്ലോസീവ്സ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതെക്കുറിച്ച് സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമുക്ക് പോകണം. സോ ദി ഫയർ പേഴ്സണലും പിന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കാണുന്നത് TV പോലീസും അവിടെ ഉണ്ട്. പോലീസും അവിടെ ജനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ആരെ പോയിക്കൂടാ. ഞങ്ങൾ ഇവിടെ വേറെ സ്ഥലത്തിന് റിസോഴ്സസ് അങ്ങോട്ട് അയക്കുകയാണ്. അതാണ് ചെയ്യുന്നത്.